വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ 27ാമത്തെ ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 28 മുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. Read the passage given below and answer the following questions. Out of 4, attempt any 2. അതായത് നിങ്ങൾക്ക് ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം പാസേജ് റീഡ് ചെയ്യാം. A polymer is a giant molecule formed by intermolecular linkage between same or different type of smaller molecules called monomers. Okay, അപ്പോൾ ഈ പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ മോണോമർ യൂണിറ്റ് അല്ലേ? ചെറിയ കുറേ മോളിക്യൂൾസ്, അത് ഒരേപോലത്തെ മോളിക്യൂൾസ് ആവാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആവാം. അതിങ്ങനെ ലിങ്ക് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് പോളിമർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മാല എടുക്കുക. മാലയിൽ എന്ത് ചെയ്യാണ്? മുത്തുകൾ ഇങ്ങനെ കോർത്ത് അവിടെ ഒരു ലിങ്കേജ് അല്ലേ? മുത്തുകൾ തമ്മിൽ നൂലിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാണ്? നമ്മൾ കോർത്ത് വരുമ്പോൾ നമുക്കൊരു വലിയ മാല കിട്ടൂലേ? അതിനെ നമ്മൾ പോളിമർ എന്ന് വിളിക്കും. അതുപോലെ ഓരോ മുത്തിനെ നമുക്ക് എന്ത് പറയാം? മോണോമർ. പോളിമർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ മോണോമർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മാലയിലെ മുത്തുകൾ സെയിം ആവാം, അല്ലെങ്കിൽ എന്താവാം? ഡിഫറെൻറ്റ് മുത്തുകളാവാം അല്ലേ? അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് ദ മോണോമേഴ്സ് ഗെറ്റ് ലിങ്ക്ഡ് അപ്പ് ഈസ് കോൾഡ് പോളിമറൈസേഷൻ. ഈ ഒരു മോണോമേഴ്സിനെ ലിങ്ക് ചെയ്ത് പോളിമർ ഫോം ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. ഓക്കെ, ദെൻ ദ പോളിമേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ. നമ്മൾ പഠിച്ചതാണല്ലേ? ഒറിജിനെ ബേസ് ചെയ്തിട്ട് നാച്ചുറൽ പോളിമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് പോളിമേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദെൻ സ്ട്രക്ചറിനനുസരിച്ചിട്ട് പോളിമേഴ്സിനെ ലീനിയർ, ക്രോസ് ലിങ്ക്ഡ്, അതുപോലെ തന്നെ ബ്രാഞ്ചഡ് പോളിമേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പോളിമറൈസേഷൻ, നമ്മൾ ഏത് മെത്തേഡിലാണ് പോളിമറൈസേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അഡിഷൻ പോളിമറൈസേഷൻ എന്നും കണ്ടൻസേഷൻ പോളിമറൈസേഷനും എന്ന് നമ്മൾ 2ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? മെത്തേഡ് ഓഫ് പോളിമറൈസേഷൻ അനുസരിച്ചിട്ട് പോളിമറൈസേഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോളിക്യുലാർ ഫോഴ്സസ്, പോളിമേഴ്സിലുള്ള മോളിക്യുലാർ ഫോഴ്സസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോസെറ്റിക്, തെർമോപ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് 4ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോളിമേഴ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ആർ ദ മോണോമേഴ്സ് ഓഫ് ടെറിലീൻ? ഓക്കെ, ടെറിലിൻ്റെ മോണോമർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ടെറിലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ ടെറിലിൻ്റെ മോണോമറിനെ അറിയുള്ളൂ. ഓക്കെ, ടെറിലിൻ എന്ന് പറയുന്നത് ഇതാണ് സാധനം, പോളി എഥിലിൻ ടെറിഫ്താലേറ്റ്. ഓക്കെ, അപ്പോൾ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കേണ്ടത് ടെറിലിൻ്റെ മോണോമർ എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോളും ടെറിഫ്താലിക് ആസിഡുമാണ് എന്നാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓരോ പോളിമറും അതിൻ്റെ ഏത് മോണോമർ എന്നാണ് ഈ പോളിമർ ഫോം ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഒരു ടേബിളിൻ്റെ ഒരു കോളത്തിൽ പോളിമർ എഴുതുക, അടുത്ത കോളത്തിൽ മോണോമർ എഴുതുക. അപ്പോൾ ഇതിങ്ങനെ കാണാതെ പഠിക്കുക, അതിൻ്റെ മാർഗമുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, നമ്മുടെ ടെറിലിൻ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? എഥിലീൻ ഗ്ലൈക്കോൾ. എഥിലീൻ ഗ്ലൈക്കോൾ പറഞ്ഞാൽ 2 കാർബണിലെ ആൽക്കെയിനിലെ ഈഥെയിൻ, അതിൽ ഹൈഡ്രജനെ മാറ്റിയിട്ട് 2 സൈഡിലും OH ഗ്രൂപ്പ് വന്നു. ഇതാണ് എഥിലീൻ ഗ്ലൈക്കോൾ. ടെറിഫ്താലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൻ്റെ പാരാ പൊസിഷനിൽ 2 COH ഗ്രൂപ്പ്, അതായത് ഇവിടെ ഒരു COH ആണെങ്കിൽ അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു COH ഗ്രൂപ്പും കൂടി വരിക. ഓക്കെ, 2 അസിഡിക് ഗ്രൂപ്പ് വരിക. COH ഗ്രൂപ്പ് പറഞ്ഞാൽ അസിഡിക് ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ
അപ്പോൾ COOH ഗ്രൂപ്പ് വരും. ഇതാണ് നമ്മുടെ ടെറിലിൻ്റെ മോണോമർ. ഓക്കെ, അപ്പോൾ സുഖല്ലേ ടെറിലിൻ? അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. ടെറിലിൻ്റെ മോണോമർ ടെറിഫ്താലിക് ആസിഡും പിന്നെ എത്തിലീൻ ഗ്ലൈക്കോളുമാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് പോകും. ഇവിടുത്തെ OHും ഇവിടുത്തെ Hഉം കൂടി എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ബാക്കി എന്ത് ചെയ്യും? അതുപോലെ എഴുതുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ടെറിലിൻ എന്ന് പറയുന്ന പോളിമർ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? O പോയാൽ ഇവിടെ OHൻ്റെ H ഇങ്ങോട്ടും ഇതേപോലെ ഉണ്ട്. ഇതുപോലെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്? മോണോമേഴ്സ് ലിങ്ക് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാണ് ഇങ്ങോട്ട് നമുക്ക് അത് ഫുള്ള് എഴുതൽ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു വര വരക്കും. അതായത് ഇങ്ങോട്ട് ഇതേപോലെ കുറേ യൂണിറ്റ്സ് ഉണ്ട്, ഇങ്ങോട്ടും അതുപോലെ കുറേ യൂണിറ്റ്സ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ CH2 ദെൻ ഇവിടെ O ഉണ്ട് അല്ലേ? O ഇവിടെ ബാക്കി ആരാ? ഇവിടുത്തെ OH പോയി. അപ്പോൾ ഇവിടെ OCO പിന്നെ നമ്മളെ ബെൻസീൻ റിങ്, ദെൻ പിന്നെ ആരാ ഉള്ളത്? CO അല്ലേ? ഇവിടുത്തെ OH പോയി. അങ്ങനെ അടുത്ത ആളായിട്ട് കണക്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ മോണോമർ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? പോളിമർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടെറിലിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ടെറിലിൻ്റെത് ടെറിഫ്താലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോളും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, among Buna S and neoprene, which one is a copolymer and why? ബ്യൂണ എസ് അതുപോലെ തന്നെ നിയോപ്രിൻ, ഇത് രണ്ടും എന്താണ്? രണ്ട് പോളിമേഴ്സ് ആണ് അല്ലേ? ഈ പോളിമേഴ്സിൽ ഏതാണ് കോ പോളിമർ എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ എന്താണ് കോ പോളിമർ നിങ്ങൾക്ക് ആദ്യം അറിയണ്ടേ? ഓക്കെ, കോ പോളിമർ എന്ന് പറഞ്ഞാൽ ഓക്കെ, കോപോളിമറും ഉണ്ട്, ഹോമോ പോളിമറും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, പോളിമറൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോണോമേഴ്സ് എന്താണ്? സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോ പോളിമർ എന്ന് പറയും. എന്നാൽ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോപോളിമർ എന്ന് പറയും. ഓക്കെ, ഹോമോ പോളിമറും ഉണ്ട്, കോപോളിമറും ഉണ്ട്. ഹോമോ പോളിമറും ഉണ്ട്, കോപോളിമറും ഉണ്ട്. കോപോളിമർ. ഓക്കെ, അപ്പോൾ ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും? ഒരേപോലത്തെ മോണോമേഴ്സ് ആയിരിക്കും. കുറേ എ ആണ് നമ്മളെ മോണോമർ എങ്കിൽ ഒരുപോലത്തെ മോണോമേഴ്സ് ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ ഹോമോ പോളിമർ. ഓക്കെ, N ടൈംസ്. എന്നാൽ കോപോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് കൂടി ചേർന്നിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട് മോണോമേഴ്സ് ആയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? കോപോളിമർ. ഓക്കെ, പിന്നെ നമുക്ക് എന്തറിയണം? നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? ബ്യൂണ എസും അതുപോലെ തന്നെ നിയോപ്രിനും ആണ്. ഓക്കെ, നിയോപ്രിൻ്റെ മോണോമർ എന്ന് പറയുന്നത് എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. Neoprene, it is obtained by the polymerization of chloroprene. Okay, ക്ലോറോപ്രീൻ ആണ് നമ്മുടെ നിയോപ്രീൻ്റെ മോണോമർ. ക്ലോറോപ്രീൻ പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ. ഓക്കെ, നമ്മുടെ ബ്യൂട്ടാഡൈനിലെ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു ക്ലോറിൻ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോറോപ്രീൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരുപാട് ക്ലോറോപ്രിൻസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? നിയോപ്രിൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒറ്റ ടൈപ്പ് മോണോമറേ നമ്മുടെ നിയോപ്രിനിലുള്ളൂ. അത് ഏതാണ്? ക്ലോറോപ്രിൻ. ഓക്കെ, ദെൻ നമ്മുടെ ബ്യൂണ എസിൽ ഏതാ ഉള്ളത്? ബ്യൂണ എസ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പോളിമറൈസേഷൻ ഓഫ് ബ്യൂട്ടാഡൈൻ ആൻഡ് സ്റ്റൈറീൻ ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം മെറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്യൂണ എസിൽ ആരാണ്? ബ്യൂട്ടാഡൈനും അതുപോലെ തന്നെ സ്റ്റൈറീനും രണ്ട് മോണോമേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം അതെന്താണ്? ഒരു കോ പോളിമർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ബ്യൂണ എസ്, ബിക്കോസ് ബ്യൂണ എസ് ഈസ് എ കോ പോളിമർ ഓഫ് സ്റ്റൈറീൻ ആൻഡ് ബ്യൂട്ടാഡൈൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ആർ ബൈ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ്? നമുക്ക് പോളിമറൈസേഷൻ പ്രോസസ്സ് മെയിനായിട്ട് രണ്ടെണ്ണമാണ് അല്ലേ? അഡിഷൻ പോളിമറൈസേഷനും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടൻസേഷൻ പോളിമറൈസേഷനും ഉണ്ട്. ഓക്കെ, അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മോളിക്യൂൾസിനെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും അല്ലേ?
ആഡ് ചെയ്ത് പോവുക. ഇത് നമ്മുടെ ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ അഡിഷൻ റിയാക്ഷൻ ഒക്കെ പഠിച്ചിട്ടില്ല, അതുപോലെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാണ് നമ്മൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് ഫോംഡ് ബൈ ദ condensation of two or more than two monomers with the elimination of simple molecules like water, ammonia, hydrogen chloride, alcohol, etc. is called condensation polymerization. അതായത് നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തുമ്പോൾ, അപ്പോൾ നമ്മൾ ടെറിലിൻ്റെ കേസ് പറഞ്ഞു, ടെറിലിൽ എത്തിലീൻ ഗ്ലൈക്കോളും ടെറിഫ്റ്റാലിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ടെറിലിൻ. അപ്പോൾ അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യില്ലേ, അതുപോലെ വാട്ടർ, ആൽക്കഹോൾ, HCl ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു മോളിക്യൂൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും, നമുക്ക് വാട്ടറോ അമോണിയോ HCl അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബൈ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, എന്നാൽ അഡിഷൻ പോളിമറൈസേഷനിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈ പ്രോഡക്റ്റ് കിട്ടുന്നില്ല. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? മോളിക്യൂൾസ്, ഇപ്പോൾ എത്തീന് CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ, പോളിത്തീൻ എങ്ങനെ ഉണ്ടാക്കുക? ഇങ്ങനെ കുറേ CH2 ഡബിൾ ബോണ്ട് CH2 കുറേ എത്തിൻ മോളിക്യൂൾ എടുക്കുന്നു. അപ്പോൾ അവിടെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ എന്താണ്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CH2 ഇങ്ങോട്ട് ഇങ്ങനെ കുറേ CH2 ഗ്രൂപ്പിനെ എങ്ങനെ ആഡ് ചെയ്ത് പോകും, അതുപോലെ ഈ സൈഡിലോട്ടും CH2 ഗ്രൂപ്പിനെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നില്ല? ഒരു എലിമിനേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ നമ്മുടെ ടെറിലിൻ്റെ കേസിൽ നോക്കൂ, ടെറിലിൽ ഇവിടുത്തെ OH-ഉം ഇവിടുത്തെ H-ഉം കൂടി ചേർന്നിട്ട് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർ ഈ റിയാക്ഷനിൽ എന്ത് കിട്ടും? ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ പ്രോഡക്ട്സ് കിട്ടുന്നത് ഏത് ടൈപ്പ് പോളിമറൈസേഷനിലാണ്? കണ്ടൻസേഷൻ പോളിമറൈസേഷനിലാണ് അല്ലേ, അഡിഷനിലല്ല, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് കാറ്റഗറീസ് ആർ പോളിമേഴ്സ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദിയർ സ്ട്രക്ചർ? സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോളിമേഴ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോളിമേഴ്സിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? ലീനിയർ പോളിമേഴ്സ്, ദെൻ ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ് ആൻഡ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഓക്കെ, ലീനിയർ പോളിമേഴ്സ് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പോളിമർ ചെയിനൊക്കെ ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള ചെയിനുള്ള പോളിമേഴ്സിനെയാണ് നമ്മൾ ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും ഈ ലീനിയർ ചെയിനിൽ ഇങ്ങനെ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലാണ് അതിന് നമ്മൾ ബ്രാഞ്ചഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് പറഞ്ഞാൽ ഈ ലീനിയർ ചെയിനിനകത്ത് എന്തുണ്ടാകും? 2 ചെയിനുകൾ തമ്മിൽ ഇങ്ങനെ ക്രോസ് ലിങ്ക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. അപ്പോൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് 3 ആയിട്ടാണ് നമ്മൾ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29 to 43 എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ 28ാമത്തെ ക്വസ്റ്റ്യൻ വരെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സെക്ഷൻ ബിയിലോട്ട് കിടക്കാണ്. അവിടെ എന്താണ്? സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇന്റേണൽ ചോയ്സ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ സം ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്. അവിടെ ചില ക്വസ്റ്റ്യൻസിന് ഒരു ഇന്റേണൽ ചോയ്സ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, യു ഹാവ് ടു അറ്റംപ്റ്റ് ഓൺലി വൺ ഓഫ് ദ ഗിവൺ ചോയ്സസ് ഇൻ സച്ച് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഇന്റേണൽ ചോയ്സ് കൊടുത്ത ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഇന്റേണൽ ചോയ്സ് ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ഫൈൻഡ് ദ മാസ് ഓഫ് 0.252 മോൾ ഓഫ് സോഡിയം ഫോസ്ഫേറ്റ്, അതായത് Na3PO, അതിൻ്റെ PO4. ഓക്കെ, Na3PO4
അതിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് കേട്ടോ. സോഡിയത്തിൻ്റെത് 23, ഫോസ്ഫറസിൻ്റെത് 33, അതുപോലെ തന്നെ ഓക്സിജൻ്റെത് 16 AMU തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? 0.252 മോൾസ് ഓഫ് Na3PO4ൻ്റെ മാസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് അറ്റോമിക് മാസ് ഒക്കെ കിട്ടിയാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 1 മോളിൻ്റെ മാസ് അല്ലേ. 1 മോളിൻ്റെ മാസ് നമുക്ക് ഇവരുടെ അറ്റോമിക് മാസസ് അല്ലേ, 1 മോൾ ആറ്റത്തിൻ്റെ മാസ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മോളാർ മാസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് അല്ലേ. 1 മോള് കിട്ടിയാൽ നമുക്ക് 0.252 മോള് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മോളിൻ്റെ മാസ് ആദ്യം കാണാം. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് 1 മോൾ ഓഫ് Na3PO4 എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ ഇൻഡിവിജ്വൽ ആറ്റംസിൻ്റെ മാസിൻ്റെ സമ്മല്ലേ. ഓക്കെ, 1 മോൾ Na3PO4ൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ എന്തൊക്കെയാണുള്ളത്? 3 Na ഉണ്ട്, 1 ഫോസ്ഫറസ് ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ മാസിൻ്റെ സമ്മായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു മാസ് ഓഫ് 1 മോൾ ഓഫ് Na അല്ലേ. 1 മോള് നമ്മൾ 1 മോളിൻ്റെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ 1 മോള് Na മാസ് ഇൻറ്റു 3 പ്ലസ് മാസ് ഓഫ് 1 മോൾ ഓഫ് ഫോസ്ഫറസ് അല്ലേ. ഇവിടെ ഫോസ്ഫറസ് ഒന്നുള്ളൂ. ദെൻ മാസ് ഓഫ് 1 മോൾ ഓഫ് ഓക്സിജൻ ഇൻറ്റു എന്ത് ചെയ്യണം? 4 ചെയ്യണം അല്ലേ. 4 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, 4. ഓക്കെ, അപ്പോൾ 1 മോള് സോഡിയത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 23 ഗ്രാം ആണ്. ഓക്കെ, ഇപ്പോൾ 23 ഇൻറ്റു 3. ദെൻ 1 മോള് ഫോസ്ഫറസിൻ്റെ മാസ് പറയുന്നത് 31 ആണ്. ഫോസ്ഫറസ് ഒന്നേ ഉള്ളൂ, അപ്പോൾ 31. ഓക്കെ, ദെൻ ഓക്സിജൻ്റെ മാസ് പറയുന്നത് 16 ഗ്രാം ആണ്. അപ്പം 4 ഇൻറ്റു 16. ഓക്കെ, ഇനി ഇതൊക്കെ സമ്മ് ചെയ്താൽ പോരെ. ഇത് സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 164 ആണ് നമ്മുടെ Na3PO4ൻ്റെ മോളാർ മാസ് കിട്ടുക. ഓക്കെ, മോളാർ മാസ് പറഞ്ഞാൽ 1 മോള് Na3PO4 എടുത്താൽ അതിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് പറയുക, 1 മോളിൻ്റെ മാസിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മോള് Na3PO4 എടുത്താൽ 1 മോള് Na3PO4 എടുത്താൽ 164 ഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ദർഫോർ മാസ് ഓഫ് 0.146 മോൾ ഓഫ് Na3PO4 അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് നമുക്ക് എത്ര മോൾസിൻ്റെ മാസാണോ അറിയേണ്ടത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 0.146 ഇൻറ്റു 164. 1 മോളിൻ്റെ മാസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എത്ര മോളിൻ്റെ മാസാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നത് അത്രയും മോൾ ഇൻറ്റു മാസ് അല്ലേ. 1 മോളിൻ്റെ മാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. 23.94 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 1 മിനിറ്റ്. നിങ്ങളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ മാസ് ഓഫ് 0.252 മോൾ ഓഫ് സോഡിയം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യനിൽ 0.252 അല്ലേ, എത്ര മോൾസിനെയാണ്? ഇവിടെ 0.252 മോൾസ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. 0.146 അല്ല, 0.252 മോൾസ് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ 0.252 മോൾസിന് എന്ത് ചെയ്യണം? ഇവിടെ 0.252 ഇൻറ്റു 164. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. കാൽക്കുലേറ്ററിൽ 0.252 ഇൻറ്റു 164 എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 2 മോളിൻ്റെ ആണെന്നുണ്ടെങ്കിലോ 2 ഇൻറ്റു 164, 2 ഇൻറ്റു മോളാർ മാസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മാസ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി 4 മോളാണെങ്കിൽ 4 ഇൻറ്റു 164 ചെയ്താൽ 4 മോളിൻ്റെ മാസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ 0.252 മോളിൻ്റെ മാസ് കിട്ടണമെങ്കിൽ 0.252 ഇൻറ്റു എന്ത് ചെയ്യുക? മോളാർ മാസ്, അതായത് 164 ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിലെ ഓർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ഓർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A compound is composed of atoms of only 2 elements, carbon and oxygen, if the compound containing 51.3% carbon. What is its empirical formula? Okay,
നമുക്ക് മാസ് പെർസെൻറ്റേജ് തന്നാൽ അതിൽ നിന്ന് ഇംപിരിക്കൽ ഫോർമുല കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് ആകെ എന്താണ്? കാർബണും ഓക്സിജനും ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അതായത് ആകെ 2 ആൾക്കാരെ ഈ കോമ്പൗണ്ടിലുള്ളൂ, ഒന്ന് കാർബണും ഒന്ന് ഓക്സിജനുമാണ്. ഒരാളെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ കാർബൺ 51.3% ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആകെ 2 ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 100-ലാണ് അല്ലേ പെർസെൻറ്റേജ് പറയാം. അപ്പോൾ രണ്ടാമത്തെ ആളത് എന്തായിരിക്കും? 100 മൈനസ് 51.3% അല്ലേ? 48.7% ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഒരാൾ എ 50% ആണെങ്കിൽ എന്താണ് ബി എന്തായിരിക്കും? 50%. രണ്ടും കൂടി കൂട്ടിയാലിരിക്കും 100 അല്ലേ? അപ്പോൾ നമുക്ക് കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. കാർബൺ 51.3% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കാണാൻ 100 മൈനസ് 51.3, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 48.7% എന്ന് കിട്ടിയില്ലേ? Then assume we have 100 gram of the compound. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? പെർസെൻറ്റേജ് രണ്ടിനും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ കയ്യിൽ 100 grams ആണ് കോമ്പൗണ്ട്സ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് കാർബണും ഓക്സിജനും കൂടി ചേർന്ന കോമ്പൗണ്ട് 100 gram ആണ് നമ്മളെ കയ്യിൽ ഉള്ളത് എങ്കിൽ 100 gram ഉണ്ടെങ്കിൽ അതിൽ 51.3 gram 100ൻ്റെ 51.3% എന്ന് പറഞ്ഞാൽ എന്താണ്? 51.3 grams അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കാർബൺ ആണ്. ബാക്കി 48.7 gram എന്താണ്? നമ്മുടെ ഓക്സിജൻ ആണ്. 100 grams നമ്മൾ കോമ്പൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാർബൺ ഓക്സിജനുള്ള കോമ്പൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാസ് പെർസെൻറ്റേജ് വെച്ചിട്ട് നോക്കുമ്പോൾ 51.3 gram കാർബണും 48.7 gram ഓക്സിജനുമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇത്ര ഗ്രാമാണ് നമുക്കുള്ളതെന്ന് കിട്ടിയല്ലോ. അപ്പം ഇനി ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എത്ര ഉണ്ട് നോക്കുക. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? ഒരു മോളിൻ്റെ മാസ്. ഓക്കെ, ഇവിടെ 51.3 ഡിവൈഡഡ് ബൈ കാർബണിൻ്റെ മോളാർ മാസ്. ഒരു മോൾ കാർബൺ എടുത്താൽ 12 gram ഉണ്ടാവുക. അപ്പോൾ 12, അപ്പോൾ 4.27 എന്നാണ് നമുക്ക് മോൾസ്. 4.27 മോൾസ് കിട്ടും കാർബൺ. ഓക്കെ, ദെൻ ഓക്സിജൻ എത്ര ഉണ്ട്? ഓക്സിജന് എന്താണ്? ഓക്സിജൻ എന്താണ്? ആറ്റം. ഒരു മോൾ ഓക്സിജൻ ആറ്റം എടുത്താൽ 16 gram ആണ് വരിക അല്ലേ? അപ്പോൾ ഓക്സിജനിൻ്റെ മാസ് പറയുന്നത് 48.7 ആണ് ഇവിടെ തന്നിട്ടുള്ള മാസ്. അത് ഡിവൈഡഡ് ബൈ 16 ചെയ്യുമ്പോൾ നമുക്ക് 3.04 കിട്ടും. ഓക്കെ, 3.04ഉം 4.27ഉം ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്പർ ഓഫ് മോൾസ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ എടുക്കണം. റേഷ്യോ എടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യണം? ലോവസ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കൂ. ഡിവൈഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് എലമെന്റ് ബൈ സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾസ്. നമുക്കിവിടെ തന്നിട്ടുള്ള ഓരോ എലമെന്റ്സ്, അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കാർബണും ഓക്സിജനും മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ ഈ 2 എലമെന്റ്സിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഏറ്റവും ചെറിയ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് മോൾ റേഷ്യോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഏറ്റവും ചെറിയ വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 4.27 ഉണ്ട്, 3.04 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 3.04 അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ അല്ലേ? കാർബണിൻ്റെ മോൾ റേഷ്യോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 4.27നെ 3.01 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1.4. ഓക്കെ, അതുപോലെ ഓക്സിജൻ്റെയും ചെയ്യുക. ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 3.04 ആണ്. അതിൻ്റെ ലോവസ്റ്റ് നമ്പർ ഓഫ് മോൾസ് 3.04 തന്നെയാണ് അല്ലേ ഇതിൽ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ നമുക്ക് കിട്ടി. എന്താണ്? കാർബൺ 1.4ഉം ഓക്സിജൻ എന്ന് പറയുന്നത് 1ഉം ആണ്. ഓക്കെ, 1.4:1 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു
ഹോൾ നമ്പറിലോട്ട് മാറ്റണം അല്ലേ. ഇതിപ്പോൾ പോയിന്റ് വരുന്ന നമ്പറാണ്. അപ്പോൾ ഇതിനെ ഹോൾ നമ്പറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എന്നാലേ ഈ 1.4നെ നമുക്കൊരു പോയിന്റ് ഇല്ലാത്ത ഡിജിറ്റിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ, പോയിന്റ് ഇല്ലാതെ അക്കത്തിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 1.4നെ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 7 കിട്ടും. അതുപോലെ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7:5. അപ്പോൾ കാർബൺ 7ഉം ഓക്സിജൻ 5ഉം. അപ്പോൾ കോമ്പൗണ്ട് എന്തായിരിക്കും? C7O5. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് C7O5 ആണ്. ക്ലിയർ ആണോ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? മാസ് പെർസെൻറ്റേജ് എഴുതി. മാസ് പെർസെൻറ്റേജിന് എന്ത് ചെയ്യുക? 100 gram ആണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക? ഗ്രാംസിലോട്ട് മാറ്റി. ദെൻ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്പർ ഓഫ് മോൾസിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് എല്ലാ എലമെൻസിനെയും ഡിവൈഡ് ചെയ്തു. ദെൻ അപ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടി, അതിൻ്റെ ഹോൾ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? എംപിരിക്കൽ ഫോർമുല എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.